അല്ല അപ്പൊ നീ എന്ത് ചെയ്യാൻ പോന്ന് കൊടുക്കാൻ പോന്ന? നോക്കാം. അളിയനോട് ഇങ്ങനെ പറഞ്ഞേ, അല്ല റോക്സിനോട് പറഞ്ഞേ അളിയനോട് ഇങ്ങനെ കാശൊക്കെ ചോദിച്ചാ തരുന്നേ. ഇപ്പൊ ആളിയാ ഒരുത്തന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ കാശ് കൊടുക്കുന്നുണ്ട്, അത്ര വലിയ തെറ്റൊന്നുമില്ല. പിന്നെ അവനിപ്പോ അത്യാവശ്യം മര്യാദക്കാരനൊക്കെ ആയി നന്നായി വരികയാണല്ലോ. അപ്പൊ ഒരു ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടാൻ കൂടെ ചിലപ്പോ രക്ഷപ്പെട്ടു പോയല്ല. കാശുണ്ടെങ്കിൽ കൊടളിയാ. ആളിന്റെ കാശില്ല കൊടുക്കാൻ. കാശില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 2 ലക്ഷം രൂപ. സിദ്ധുവേ, നിന്റെ ആലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ കൂടുതൽ അങ്ങോട്ട് ആലോചിക്കണ്ട, നിർത്തിക്കോ. ഓക്കെ, 2 ലക്ഷം രൂപ ഒന്നും എന്തായാലും നടക്കത്തില്ല. വല്ല 1 ലക്ഷം രൂപ ഒക്കെ ആണെങ്കിൽ ആലോചിക്കാം. അത് മാത്രമല്ലടാ അളിയാ, നമ്മളതൊക്കെ കൊടുത്ത തിരിച്ചു തരുമോ അവൻ? അവൻ തിരിച്ചു നമുക്ക് അവന്റെ കട മൊത്തം തൂത്ത് വരിക്കൊണ്ട് വരാളിയാ. തിരിച്ചു തരും. കട കുത്തു തരേണ്ട ആവശ്യമൊന്നുമില്ല, തിരിച്ചു തരും അളിയാ. പിന്നെ അല്ല അപ്പൊ നീ എന്ത് ചെയ്യാൻ പോന്ന് കൊടുക്കാൻ പോന്ന? നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അളിയന് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട്. ഞാൻ അത് തന്നെ റോക്സിന്റെ അടുത്തും പറഞ്ഞത്. ഓ, ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലേ? പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ അളിയനെ. ചേച്ചിക്ക് കിട്ടിയ പുണ്യമാണ് അളിയൻ. ഒന്നും കൂടെ ആലോചിച്ചിട്ട്. ഇല്ല, അളിയൻ ആലോചിച്ചു, സെറ്റാണ്. ഗുഡ്.